ഗാരി കാസ്പറോവിന്റെ റെക്കോർഡ് തകർത്ത താരം, മുൻ ലോക ചാമ്പ്യൻ വിശ്വനാഥൻ ആനന്ദിന്റെ ശിഷ്യൻ, 2024 ഫിഡെ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ വിജയിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 17-ാം വയസ്സിൽ ഫിഡെ റേറ്റിംഗ് 2750 കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. പിന്നീട് ലോക ചാമ്പ്യൻഷിപ്പ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ പ്രതിഭ ദൊമ്മരാജു ഗുകേഷ് എന്ന ഡി ഗുകേഷ്. നവംബറിൽ ഐൽ ഓഫ് മാനിലെ ഡഗ്ലസിൽ നടന്ന ഗ്രാൻഡ് സ്വിസ് ചെസ് ടൂർണമെന്റിൽ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാനാകാതെ മടങ്ങിയ ഗുകേഷ് ചെസ്സിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചതിനെക്കുറിച്ച് പിതാവ് രജനീകാന്ത് പറയുന്നുണ്ട്. ഫിഡെ കാൻഡിഡേറ്റ്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഗുകേഷ് പിന്നീട് ആലോചിക്കുന്നതേയില്ല. രാത്രി വൈകി ഉറങ്ങുകയും ഉച്ചയ്ക്ക് ഉണരുകയും ചെയ്യുന്ന ശീലമായിരുന്നു അവനുണ്ടായിരുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഇത് തന്നെയായിരുന്നു അവൻ്റെ ലൈഫ് സ്റ്റൈൽ. പക്ഷേ പെട്ടെന്നൊരു ദിവസം ആ രീതി ഗുകേഷ് തന്നെ മാറ്റി. അത് ഗ്രാൻഡ് സ്വിസ് ടൂർണമെന്റിൽ നിന്നും മടങ്ങിയെത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ. അടുത്ത ദിവസം രാവിലെ നേരത്തെ ഉണർന്ന ഗുകേഷ് സൈക്ലിംഗ് നടത്തുന്നതിനിടെ തൊട്ട അയൽപ്പക്കത്ത് ഒരു ടെന്നീസ് അക്കാഡമി കണ്ടെത്തുകയും രാവിലെ 6:30 തുടങ്ങുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ തുടങ്ങുകയും ചെയ്തു. രാവിലെ 5:30 ഉണരുക, 6:30 ടെന്നീസ് അക്കാഡമിയിൽ പോവുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, വൈകിട്ട് 9:30 ഉറങ്ങുക. അങ്ങനെ ഒരാഴ്ചയോളം ശീലങ്ങളെല്ലാം മാറ്റി. ലണ്ടൻ ചെസ് ക്ലാസിക്കിലേക്കും ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സിലേക്കും ക്ഷണം കിട്ടുന്നതുവരെ ഈ ശീലം തുടർന്നു. ഡഗ്ലസിലെ മോശം പ്രകടനത്തിന് ശേഷം കോച്ച് വിഷ്ണു പ്രസന്നയുമായി നടത്തിയ ചർച്ചയിലാണ് കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ കളിക്കേണ്ട എന്ന് ഗുകേഷ് തീരുമാനിച്ചത്. എന്നാൽ ടെന്നീസ് കളിക്കാൻ പോയ ഗുകേഷ് ഇതിനിടെ കോച്ചുമായി വീണ്ടും സംസാരിക്കുകയും ലണ്ടനിലും ചെന്നൈയിലും കളിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ചെന്നൈയിലെ വിജയം കാൻഡിഡേറ്റ്സിലേക്കുള്ള വഴി തുറന്നു. പിന്നീട് നടന്നത് ചരിത്രം. ഫിഡെ കാൻഡിഡേറ്റ്സിൽ വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടവും ലോക ചാമ്പ്യൻഷിപ്പിലേക്കുള്ള എൻട്രിയും. പിന്നീട് ഡിങ് ലിറനെ തോൽപ്പിച്ച് ലോക ചാമ്പ്യൻ പദവിയിലും. സിംഗപ്പൂരിലെ സെൻറ്റോസ വേൾഡ് റിസോർട്ടിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ നിർണായകമായ 14-ാം മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം താൻ 6-ാം വയസ്സിൽ കണ്ട സ്വപ്നത്തിൽ ഇപ്പോൾ ജീവിക്കുകയാണെന്നാണ് ഗുകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞത്. 2013-ൽ ചെന്നൈയിൽ വെച്ച് നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ അച്ഛൻ ഡോക്ടർ രജനീകാന്തിനൊപ്പം കളി കാണാൻ പോയ പയ്യൻ ഇപ്പോൾ ഡിങ് ലിറൻ എന്ന ചാമ്പ്യനെ പരാജയപ്പെടുത്തി ചെസ് ലോക ചാമ്പ്യനായി മാറിയിരിക്കുന്നു. ഈ നേട്ടം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് 18-ാം വയസ്സിൽ സ്വന്തമാക്കിയിരിക്കുന്നു. ലോക ചാമ്പ്യനാകുന്ന കൗമാരക്കാരൻ എന്ന വിശേഷണം വേറെ. സാക്ഷാൽ ഗ്യാരി കാസ്പറോവ് തൻ്റെ 22-ാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനായി കുറിച്ച റെക്കോർഡ് ഗുകേഷ് തിരുത്തിക്കുറിച്ചിരിക്കുന്നു. മാഗ്നസ് കാൾസണും 22-ാം വയസ്സിലാണ് ലോക ചാമ്പ്യനായത്. മാതാപിതാക്കളാണ് ഗുകേഷിന്റെ പിൻബലം. ചെസ്സിലെ ഗുകേഷിന്റെ പ്രതിഭ തിരിച്ചറിഞ്ഞതിന് ശേഷം ശരിയായ സ്കൂൾ വിദ്യാഭ്യാസം, അതായത് 4-ാം ക്ലാസ് മുതൽ ശരിയായ സ്കൂൾ വിദ്യാഭ്യാസം അവന് ലഭിച്ചിരുന്നില്ല. പരീക്ഷകൾക്ക് മാത്രമാണ് അവൻ സ്കൂളിൽ പോയത്. ഡോക്ടർമാരായ മാതാപിതാക്കളും മകന്റെ ചെസ് കരിയറിനായി സ്വന്തം ജോലി ഉപേക്ഷിച്ചു. ENT സർജനായിരുന്ന ഡോക്ടർ രജനീകാന്ത് പ്രാക്ടീസ് പൂർണ്ണമായും അവസാനിപ്പിച്ച് മത്സരവേദികളിലേക്കുള്ള യാത്രകളിൽ മകനൊപ്പം പോകുകയാണ്. മൈക്രോബയോളജിസ്റ്റായ അമ്മ പത്മയും ജോലി വിട്ട് മകന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു. പക്ഷേ ഇതോടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. ഇപ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങും സമ്മാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണവുമൊക്കെയാണ് സാമ്പത്തിക സ്രോതസ്. ലോക ചാമ്പ്യൻഷിപ്പിലേക്കുള്ള പാത ഗുകേഷിന് അത്ര എളുപ്പമായിരുന്നില്ല. ഡിങ് ലിറനായിരുന്നു ചാമ്പ്യനാകാനുള്ള സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത്. 14 മത്സരങ്ങൾ നീളുന്ന മത്സരത്തിൽ ആദ്യ ഗെയിമിൽ ഡിങ് ലിറൻ വിജയിച്ചു. 2-ാം ഗെയിം സമനില. 3-ാം ഗെയിമിൽ ഗുകേഷിനായിരുന്നു വിജയം. അതിനുശേഷം 7 ഗെയിമുകൾ തുടർച്ചയായി സമനിലയിൽ. 11-ാമത്തെ ഗെയിമിൽ ഗുകേഷ് വീണ്ടും വിജയിച്ചു. 12-ാം ഗെയിമിൽ ഡിങ് ലിറൻ വിജയിച്ചതോടെ 6.6 പോയിന്റുകളുമായി ഇരു താരങ്ങളും സമനിലയിൽ. അതോടെ 13-14 ഗെയിമുകൾ നിർണായകമായി. 13-ാമത്തെ ഗെയിമും സമനിലയിൽ. അതോടെ അവസാന ഗെയിം വിജയിക്കുന്നയാൾ ലോക ചാമ്പ്യനാകുമെന്ന നിലയിലായി. തുടക്കം മുതൽ തന്നെ ലിറന് മുൻതൂക്കം പ്രവചിച്ചിരുന്നവർ അവസാന മത്സരത്തിൽ വെള്ളക്കരുവുമായി മത്സരിക്കാൻ ഇറങ്ങിയ ചൈനീസ് താരം ലോക ചാമ്പ്യനാകുമെന്ന് തീർച്ചയാക്കി. പക്ഷേ 58-ാം നീക്കത്തിൽ ഗുകേഷ് ലിറനെ പരാജയപ്പെടുത്തി ചരിത്രത്തിൽ സ്വന്തം പേര് എഴുതി ചേർത്തു. 2006 മെയ് 29-ന് ചെന്നൈയിലാണ് ഗുകേഷ് ദൊമ്മരാജു ജനിച്ചത്. 7-ാം വയസ്സിലാണ് ഗുകേഷ് ചെസ് പരിശീലിക്കാൻ ആരംഭിച്ചത്. ആഴ്ചയിൽ 3 ദിവസം 1 മണിക്കൂർ വീതമായിരുന്നു പരിശീലനം. പിന്നീട് വാരാന്ത്യങ്ങളിൽ ചെസ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. 2015-ലെ അണ്ടർ-9 ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ട് രാജ്യാന്തര മത്സരങ്ങളിലെ നേട്ടങ്ങൾക്ക് തുടക്കമിട്ടു. 2018-ലെ അണ്ടർ-12 ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പും ഗുകേഷ് സ്വന്തമാക്കി. അതേ വർഷം നടന്ന ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണ്ണ മെഡലുകൾ.
അണ്ടർ 12 വ്യക്തിഗത റാപ്പിഡ് ബ്ലിറ്റ്സ് റൗണ്ടുകളിലും ടീം റാപ്പിഡ് ബ്ലിറ്റ്സ് റൗണ്ടുകളിലും വ്യക്തിഗത ക്ലാസിക്കൽ ഫോർമാറ്റിലുമായിരുന്നു ആ മെഡലുകൾ ഗുകേഷ് സ്വന്തമാക്കിയത്. 2017 മാർച്ചിൽ നടന്ന 37ാമത് ക്യാപ്പല്ല ലാ ഗ്രാൻഡെ ഓപ്പണിൽ ഇന്റർനാഷണൽ മാസ്റ്റർ ടൈറ്റിൽ നേടുമ്പോൾ ഗുകേഷിന് 12 വയസ്സ് മാത്രമായിരുന്നു പ്രായം. മൂന്നാമത്തെ പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററായി ഗുകേഷ് അതോടെ മാറി. 2023-ൽ 2750 എന്ന ഫിഡെ റേറ്റിംഗിലേക്ക് എത്തിക്കൊണ്ട് ആ നേട്ടം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഗുകേഷ് മാറി. ഒരു മാസത്തിന് ശേഷം ഇന്ത്യൻ റാങ്കിങ്ങിൽ വിശ്വനാഥൻ ആനന്ദിനെ ഗുകേഷ് മറികടന്നു. 37 വർഷം നീണ്ട ആനന്ദിന്റെ തേരോട്ടത്തിനാണ് ഗുകേഷ് ഇതോടെ അന്ത്യം കുറിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ചെസ് ഒളിമ്പ്യാഡിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിലും ഗുകേഷ് അംഗമായിരുന്നു. അർജുൻ എരിഗേസി, പെണ്ടല ഹരികൃഷ്ണ, പ്രഗനാനന്ദ, വിദിത് ഗുജറാത്തി എന്നിവരായിരുന്നു ടീമിലെ മറ്റംഗങ്ങൾ. ഒളിമ്പ്യാഡിൽ ഇന്ത്യ ചരിത്രത്തിലാദ്യമായി സ്വർണം നേടുകയും ചെയ്തു.